ഹേയ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുഭാഷിന് വേണ്ടി കവിതയെ കല്യാണം ആലോചിക്കുകയാണ്. മുമ്പ് സുഭാഷ് പോയി കണ്ടതാണ് ആ പെൺകുട്ടിയെ. അതിനുശേഷം വീട് മാറി താമസിക്കണമെന്ന് കവിതയുടെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ആ ആലോചന സുഭാഷ് വേണ്ടെന്ന് വെച്ചത്. അതിനുശേഷം പിന്നെയും ബ്രോക്കർ വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ കുട്ടിക്ക് സുഭാഷിനെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിൽ വന്ന് ബ്രോക്കർ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ നിധി സുഭാഷിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു, അച്ഛാ നമുക്ക് പോയ പെൺകുട്ടി ഒന്ന് കാണാം, അതിനുശേഷം അവർ വീട് കാണാനായിട്ട് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. നിധി പറയുന്ന കണക്ക് എല്ലാവരും അനുസരിക്കും. അങ്ങനെ കവിതയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മാവനും ഒക്കെ ആയിട്ട് ചെറുക്കൻ വീട് കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. സുഭാഷിന് അതിനുശേഷം 1-2 ആലോചനകളൊക്കെ വന്നിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ കവിതയുടെ അച്ഛനും പറയും, കവിതയ്ക്കും 2-3 ആലോചന വന്നു, അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഇവർ തമ്മിൽ ഒന്നിക്കാനായിരിക്കും നിശ്ചയം, അതുകൊണ്ടായിരിക്കും രണ്ടുപേർക്കും ആലോചന ഒന്നും നടക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ഞങ്ങൾ പറഞ്ഞ കണ്ടീഷനൊക്കെ എല്ലാവർക്കും ഓക്കെ ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സുഭാഷ് ചോദിക്കും, എന്ത് കണ്ടീഷൻ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ നിധിയും സുധീഷും അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല സുഭാഷ് ചേട്ടാ, അവർ എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തണം, എവിടെ വെച്ച് നടത്തണം, ഹോൾ ഏത്, അങ്ങനെയുള്ള ചില നിബന്ധനകളൊക്കെ വെച്ചായിരുന്നു, വീട്ടിനടുത്തൊക്കെ വെച്ച് നടത്താമെന്നൊക്കെ പറഞ്ഞു. അത്രയൊക്കെ ഉള്ളൂന്ന് പറയും. ഓ അതേ ഉള്ളൂന്ന് പറയും. അങ്ങനെ ഈ വിവാഹത്തിന് ശേഷം മാത്രമേ വീട് മാറ്റത്തിൻ്റെ കാര്യം സുഭാഷിനോട് പറയുകയുള്ളൂ എന്നാണ് അവർ പെൺവീട്ടിൽ ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ച് നിശ്ചയത്തിൻ്റെ ഡേറ്റും ഒക്കെ എടുത്ത് അവർ പോവുകയാണ്. അവർ പോയതിന് ശേഷം നികേഷിനൊക്കെ നല്ല സങ്കടം വരും. നികേഷ് ഓടി വന്ന് സുഭാഷിനെ കെട്ടിപ്പിടിച്ചാൽ കരയുകയാണ്. എന്താടാ നിനക്ക് എന്ത് പറ്റി, 2 ദിവസം കൂടി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഒരു സങ്കടം പോലെ. എന്നാലും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കാൻ പോയി, അതിൻ്റെ സന്തോഷമോ അതിന് ഞാൻ വീട് മാറി എങ്ങോട്ടും താമസിക്കുന്നതൊന്നുമില്ലല്ലോ, കല്യാണം കഴിച്ച് പെൺകുട്ടിയായിട്ട് ഇങ്ങോട്ടല്ലേ വരുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് നികേഷിന് കാഴ്ച പറ്റത്തില്ല, ഒന്നും പറയാനും പറ്റത്തില്ല. അങ്ങനെ അവർ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. കുറച്ച് നേരം കഴിഞ്ഞ് ശേഷം പെൺകുട്ടി സുഭാഷിനെ വിളിക്കുകയാണ്. ആ പെൺകുട്ടിയായിട്ട് കുറച്ച് നേരം സുഭാഷ് സംസാരിക്കും. അന്ന് ആ പരിപ്പുവട ഉണ്ടാക്കി തന്ന സുഭാഷ് ചേട്ടൻ്റെ ഇന്നസെൻ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇതൊക്കെ കാണുന്ന നിധിക്ക് അങ്ങ് നല്ല സന്തോഷമാവും. ആ കുട്ടി ഇഷ്ടപ്പെട്ടല്ലോ, അത്രയും പെട്ടെന്ന് കല്യാണം വെച്ചാൽ നടക്കുമല്ലോ എന്നൊക്കെ കരുതി നിധി അതൊക്കെ തന്നെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതിനുശേഷം സുഭാഷ് നിതീഷും ഹരീഷും എല്ലാവരും നിൽപ്പുണ്ട്. അപ്പോഴേ സുഭാഷ് ഇത്രയും പെട്ടെന്നൊരു കല്യാണം വേണ്ടായിരുന്നു, കുറച്ചും കൂടി മതിയായിരുന്നു, പൈസയൊക്കെ ഒത്തിരി ആവത്തില്ല, പെട്ടെന്നൊരു കല്യാണമൊക്കെ നടത്തുമ്പോൾ കുറച്ച് പൈസയൊക്കെ ചിലവാകും. അപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന്, അപ്പോൾ സുധീഷ് പറയും, സുഭാഷ് ചേട്ടനല്ലേ എൻ്റെ കല്യാണം നടത്തിയത്, അതുകൊണ്ട് സുഭാഷ് ചേട്ടൻ്റെ കല്യാണത്തിന് എത്ര രൂപ വേണമെങ്കിലും എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ പൊട്ടിച്ചോളാം എന്ന് പറയും. ഉടനെ ഹരീഷ് പറയും, പിന്നെ ലക്ഷങ്ങൾ പൊട്ടിക്കുന്ന ഒരാൾ ഇയാളിപ്പോൾ തന്നെ അതങ്ങ് ചെയ്യും, അത് നീ കൂടുതൽ സംസാരിക്കണം. അങ്ങനെ 1-2 പറഞ്ഞ് അവർ തമ്മിലങ്ങ് സംസാരം. വേണ്ട ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവും. അതിനുശേഷം ഹോളിലിരുന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുകയാണ് ഹരീഷ്. അപ്പോഴത്തേക്ക് സുധീഷ് പിന്നെയും വരും. സുധീഷ് പിന്നെയും ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഓരോന്നൊക്കെ സംസാരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടണം, സുനന്ദയുടെ കല്യാണം നടക്കുന്നതിന് 1 മാസം മുന്നേ നടന്നാൽ അത്രയും നല്ലത്. അപ്പോൾ ഇനി അതിന് വേണ്ടി കുറച്ച് കാശൊക്കെ ഒപ്പിക്കണം എന്നൊക്കെ പറയും. കുറച്ച് കാശൊക്കെ ഇയാൾ ലക്ഷങ്ങൾ മുടക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, വല്ല നടക്കുമോ? ലക്ഷങ്ങളൊക്കെ മുടക്കാൻ എൻ്റെ കയ്യിൽ എവിടെ നിന്ന്, അതിങ്ങനെ അപ്പോഴത്തെ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് കാശ്, ജോലി പോലും സ്ഥിരമല്ല, എങ്ങനെയെങ്കിലും ആ ജോസഫേട്ടൻ്റെ കയ്യും കാലും പിടിച്ച് പറഞ്ഞ് 2ാമത് ജോലി കയറിയത്, നിൻ്റെ മുതലാളി നീ കാശ് ചോദിച്ചാൽ തരുമായിരിക്കും, എൻ്റെ കാര്യം അത്രയൊന്നുമില്ലെന്ന് പറയും. എടോ താനല്ലേ കുറച്ച് മുമ്പ് സുഭാഷ് ചേട്ടനൊക്കെ പറഞ്ഞത് എത്ര ലക്ഷം വേണമെങ്കിലും പൊട്ടിച്ചോളാം സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടത്താമെന്നൊക്കെ, ഇപ്പോൾ താനെന്തോ കാല് മാറുന്നത്, തനിക്ക് വാക്കിനൊരു വില നെറിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലങ്ങ് സംസാരവും. അത് ചോദിക്കും, എടാ ഞാനങ്ങനെ പറഞ്ഞു വെച്ചാൽ എൻ്റെ എത്രയും പെട്ടെന്ന് കാശൊക്കെ എടുക്കാൻ കാണും, തൻ്റെ കല്യാണത്തിന് വേണ്ടിയില്ലേ സുഭാഷ് ചേട്ടൻ ഈ കയ്യിലുള്ള കാശും കടവും മേടിച്ചെല്ലാം നടത്തിയത്, അപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടത്താൻ തനിക്കൊരു ഉത്തരവാദിത്വമില്ല. അങ്ങനെ അങ്ങ് സംസാരം അങ്ങ് വഴിതിരിച്ചങ്ങ് പോവുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് നിധിക്കങ്ങ് ദേഷ്യം വരും. നിധി അകത്തിരിക്കുന്ന കുറേ പാത്രം എടുത്തങ്ങ് താഴെ ഇടും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് രണ്ടുപേരും അങ്ങ് സ്തംഭിച്ചങ്ങ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് സംസാരം അങ്ങ് നിർത്തും. എന്തോ ഇവിടെ, അത് ഞങ്ങൾ തമ്മിൽ ചുമ്മാ ഓരോ ഇതാണോ സംസാരിക്കുന്നത്, ഇത് വഴക്ക് കൂടുമില്ലേ എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് ദേഷ്യപ്പെടും. നോക്കിക്കോ, ഇനി ഇവിടെ ഇങ്ങനെ വഴക്ക് കൂടി ഞാൻ ഇറങ്ങി എൻ്റെ പാട്ടിനെ ഓട്ടെങ്കിലും പോകുമെന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും വഴക്കങ്ങ് നിൽക്കും. അതിനുശേഷം രാവിലെ ദേഷ്യപ്പെട്ട് നിധി പോയതുകൊണ്ട് നിധി ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാനെന്ന് കരുതി സുധീഷ് രാവിലെ എഴുന്നേറ്റ് വിളക്കെല്ലാം കത്തിക്കുകയാണ്. ഉടനെ നിധി റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന സമയത്ത് നോക്കും മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ട് തൂത്തിട്ടേക്കുന്നു, വിളക്ക് കത്തിച്ചേരുന്നു. എന്ന് പറയും, നിധി ഞാൻ രാവിലെ എഴുന്നേറ്റ് ഹോൾ മുറ്റമൊക്കെ തൂത്ത് വിളക്ക് കത്തിക്കാമെന്ന് പറയും. അപ്പോഴത്തേക്കും നികേഷ് കണ്ടേ, വെറുതെ ആയിട്ടെത്തി ഞാൻ ആ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടത്. സുധീഷേട്ടൻ കള്ളം പറയാം. നിധി ഒന്നും മിണ്ടത്തില്ല. നിധി എഴുന്നേറ്റ് ബാത്റൂമിൽ പോകും.
ഉടനെ നികേഷിനെ പറയും, ഞാൻ കരുതി എന്നോട് മാത്രമേ നിധിക്ക് ദേഷ്യമുള്ളതേ, എന്തായാലും നിന്നോട് ദേഷ്യമുണ്ട്, നിന്നോടൊന്നും മിണ്ടിയില്ലല്ലോ എന്ന് പറയും. എന്നോട് ഏട്ടത്തേക്ക് ദേഷ്യമൊന്നും കാണത്തില്ല. അങ്ങനെ ബാത്റൂമിലോട്ട് കയറണം. ബാത്റൂമിലോട്ട് കയറുന്ന സമയത്ത് പെട്ടെന്ന് നിധി ഒമിറ്റ് ചെയ്യുന്ന കണക്ക് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി വരും. അപ്പോഴത്തേക്ക് സുഭാഷ് അത് കാണും. സുഭാഷ് ചോദിക്കും, ഈശ്വര എന്താ ഇത്, ദൈവമേ അച്ഛൻ ബാത്റൂമിൽ പോയിട്ട് ഞാൻ ബാത്റൂമിൽ ക്ലീൻ ചെയ്തില്ലല്ലോ എന്ന് പറയും. അപ്പോഴത്തേക്ക് എന്താ നിധി, എടാ അച്ഛൻ ബാത്റൂമിൽ കയറിയായിരുന്നു, ഞാൻ ക്ലീൻ ചെയ്തില്ലെന്ന് പറയും. ഉടനെ സുധീഷ് ഇങ്ങോട്ട് വന്നിട്ട് ഭാസ്കരൻ്റെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ, ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ബാത്റൂമിൽ ക്ലീൻ ആകുമെന്ന് അറിയത്തില്ലേ, വേറെ ആൾക്ക് കയറേണ്ടതല്ലയോ, എപ്പോൾ പോയാലും ഇത് കണക്കാ, ചെരുപ്പിട്ട് ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ കാല് കഴുകത്തില്ല, ശരിക്കും വെള്ളം വെച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് ഭാസ്കരനെ അങ്ങ് ഒരാളങ്ങ് കുറ്റപ്പെടുത്തി പറയും. അപ്പോഴത്തേക്ക് എടാ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കുകയൊന്നും വേണ്ട, എപ്പോഴും കുറേ ബീഡി കുറ്റിയാണ് മുറ്റം നിറച്ച്, എത്ര തവണ നിധി പറഞ്ഞു ബീഡി വലിക്കില്ലെന്നൊക്കെ, നീ എന്നെ കൂടുതൽ ഉപദേശിക്കാനങ്ങ് വരണ്ട എന്നൊക്കെ പറഞ്ഞു. നിന്നെയൊക്കെ വളർത്തിയത് ഞാനല്ലേ, പിന്നെ ഭയങ്കര വളർത്തല എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ അച്ഛനും മോനും തമ്മിൽ ഓരോന്ന് പറഞ്ഞങ്ങ് സംസാരിക്കുകയാണ്. അവിടെ നിധി വന്നിട്ട് പറയും, എന്താ ഇത്, അല്ല നിധി ഞാൻ പറഞ്ഞതാ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ബാത്റൂമൊക്കെ വൃത്തിയാക്കി ഇടണം, മറ്റൊരാൾക്ക് ബാത്റൂമിൽ പോകണ്ടേ ഇല്ലേ, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, അതിനിങ്ങനെയാണോ സംസാരിക്കേണ്ടത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൗമ്യമായിട്ട് സംസാരിച്ചു വിടായോ, ഇങ്ങനെ ദേഷ്യപ്പെടുന്നതാണോ, ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടാണോ അച്ഛനോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ സ്വന്തം അച്ഛനില്ലയോ എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് സുധീഷിനോട് ദേഷ്യപ്പെടുകയാണ്. സുധീഷ് നിധിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അപ്പോഴത്തേക്ക് സുധീഷ് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് ഭാസ്കരനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അങ്ങനെ ഭാസ്കരൻ പറയും, യോ നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരാനാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരനെ നിധി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥ നാളെ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.